ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. ധീരമായ ഈ സൈനിക നടപടിയിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ദിവ്യ ദേശ്മുഖിനെ അഭിനന്ദിച്ച് പാർലമെന്റ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ഇന്ന് 5 വയസ്സ്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വർഷം പൂർത്തിയാകും. അതിജീവനത്തിന്റെ പാതയിൽ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നൈസാർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നാളെ. കടുവാ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ഈ ധീരമായ സൈനിക നടപടിയിലൂടെ സാധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സായുധ സേന ഇന്നലെ വധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ലഷ്കർ-ഇ-ത്വയ്ബ കമാൻഡർ അടക്കമുള്ളവരെയാണ് സുരക്ഷാസേന വധിച്ചത്. ऑपरेशन महादेव जो कल एक हुआ है, इसकी जानकारी देना चाहता हूं. ऑपरेशन महादेव में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, CRPF और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയിൽ ഇന്നും നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി സമ്മേളനം ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. വിവിധ വിഷയങ്ങളിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ 24 നോട്ടീസുകൾ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് തള്ളി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. കർഷകരുടെ വരുമാനവും ഭക്ഷ്യധാന്യ ഉൽപാദനവും വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇക്കാലയളവിൽ ഭക്ഷ്യധാന്യോൽപാദനം 246 ദശലക്ഷം ടണ്ണിൽ നിന്നും 353 ദശലക്ഷം ടണ്ണായി വളർന്നതായും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനവും 16 ദശലക്ഷം ടണ്ണിൽ നിന്നും 25 ഉയർന്നു. കാർഷിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും NDA സർക്കാർ വളരെയധികം വർദ്ധിപ്പിച്ചതായി മന്ത്രി പറഞ്ഞു. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ദിവ്യ ദേശ്മുഖിന് പാർലമെന്റിന്റെ അഭിനന്ദനം. രാജ്യത്തിന്റെ അഭിമാനമാണ് ദിവ്യ ദേശ്മുഖെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് പറഞ്ഞു. ദിവ്യയുടെ നേട്ടം യുവതലമുറയ്ക്ക് പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദിവ്യ ദേശ്മുഖിന്റെ വിജയം രാജ്യത്തെ ഒന്നാകെ ആഹ്ലാദഭരിതമാക്കുന്നതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഫിഡെ ചെസ് ലോകകപ്പിന്റെ ഫൈനലിലെത്തിയ 2 പേരും ഇന്ത്യൻ വനിതകളാണെന്നതിലും അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുള്ള മാർഗ്ഗരേഖയായി വിദ്യാഭ്യാസ നയം മാറിയെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച അഖില ഭാരതീയ ശിക്ഷാ സമാഗം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. मित्रों, माननीय प्रधानमंत्री नरेंद्र मोदी जी की इस ट्रांसफॉर्मेटिव विजन, जिसमें उन्होंने शिक्षा को भारत की ग्रोथ स्टोरी के साथ सपना देखा, इसको केंद्र बिंदु बनाया. आज हमारे सामने लक्ष्य है 2047 विकसित भारत की ओर जाते हुए नेशनल मिशन के नाते NEP 2020 हमारी पाथवे बनी हुई है. ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ പരിഷ്കരണം എന്നതിലുപരി രാജ്യത്തിന്റെ ബൌദ്ധിക നവോത്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ദാർശനിക രേഖയാണെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. രാജ്യത്തെ സ്കൂളുകളുടെ പരിവർത്തനത്തോടൊപ്പം പാഠ്യപദ്ധതി പരിഷ്കരണവും ലക്ഷ്യമിട്ടാണ് 5 വർഷം മുൻപ് ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. പാഠപുസ്തകങ്ങളെയും ഓർമ്മശക്തിയെയും പരീക്ഷയിൽ നേടിയ മാർക്കിനെയും മാത്രം ആശ്രയിക്കാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും നയം അടിത്തറയിടുന്നു. നിപുൺ ഭാരത്, വിദ്യാപ്രവേശ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് പുറമെ 1000-ലധികം ISL വീഡിയോകൾ, ഓഡിയോ ബുക്കുകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ആംഗ്യഭാഷയും
പാഠ്യവിഷയമാക്കാൻ ഇതിലൂടെ സാധിച്ചു. 5+3+3+4 വിദ്യാഭ്യാസ ഘടനയെയും നയം പ്രോത്സാഹിപ്പിക്കുന്നു. പെൺകുട്ടികൾക്കും പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കും പിന്തുണ നൽകുന്നതിന് പുറമെ ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച ഇന്ന് വൈകുന്നേരം 4:30 പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ ഒരാണ്ട്. അതിജീവിതർക്കായി ഒരുക്കുന്ന ടൌൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളിൽ 1662 പേർക്കാണ് തണലൊരുങ്ങുന്നത്. മാർച്ച് 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടതിന് ശേഷം 5 മാസം കഴിയുമ്പോൾ മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 5 സോണുകളിലായി നിർമ്മിക്കുന്ന 410 വീടുകളിൽ ആദ്യ സോണിൽ 140, രണ്ടാം സോണിൽ 51, മൂന്നാം സോണിൽ 55, നാലാം സോണിൽ 51, 5ാം സോണിൽ 113 എന്നിങ്ങനെയാണ് വീടുകളുണ്ടാവുക. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധം 1000 ചതുരശ്രയടിയിൽ ഒറ്റ നിലയിൽ പണിയുന്ന കെട്ടിടം ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കുന്നത്. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നൈസാർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നാളെ വൈകുന്നേരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. മേഘാവൃതമായ കാലാവസ്ഥയിലും ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്താൻ ഉപഗ്രഹത്തിന് കഴിയും. അത്യാധുനിക റഡാർ ഇമേജിംഗ് സാങ്കേതികവിദ്യ സജ്ജീകരിച്ചിരിക്കുന്ന ഭൌമ നിരീക്ഷണ ഉപഗ്രഹം ഭൌമോപരിതലത്തിൽ നിന്ന് 743 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിലേക്കാണ് വിക്ഷേപിക്കുക. മഞ്ഞ്, സസ്യങ്ങൾ, മണ്ണിന്റെ ഈർപ്പമാറ്റങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിലും ദുരന്ത സാധ്യതകൾ മനസ്സിലാക്കുന്നതിലും കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിക്കുന്നതിലും ഉപഗ്രഹം നിർണായക പങ്ക് വഹിക്കും. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവാ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗ്ഗങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനുമാണ് ദിനാചരണം. 58 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളും 3700ഓളം കടുവകളുമുള്ള ഇന്ത്യ കടുവാ സംരക്ഷണത്തിൽ ലോകത്തിന് മാതൃകയാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കടുവകളെയും വനത്തെയും സംരക്ഷിക്കുന്നതിൽ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധത പുലർത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ലോകമെമ്പാടും ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. 2010 മുതലാണ് കടുവാ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി അന്താരാഷ്ട്ര കടുവാ ദിനാചരണം ആരംഭിച്ചത്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ സമ്പൂർണ്ണ മത്സരക്രമം പ്രഖ്യാപിച്ചു. ദിവസവും 2 മത്സരങ്ങൾ വീതമാണ് നടക്കുക. ഓഗസ്റ്റ് 21-ന് ആരംഭിക്കുന്ന ടൂർണമെന്റിലെ ആദ്യ പോരാട്ടം ഏരീസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും തമ്മിലാണ്. സെമിഫൈനൽ സെപ്റ്റംബർ 5-നും ഫൈനൽ മത്സരം 6-നും നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 49 പോയിന്റ് ഉയർന്ന് 80,940-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 27 പോയിന്റ് നേട്ടത്തിൽ 24,704-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 80 രൂപ താഴ്ന്ന് 73,200 രൂപയും ഗ്രാമിന് 9,150 രൂപയുമാണ് ഇന്നത്തെ വില. അമേരിക്കയിലെ മാൻഹട്ടനിൽ ഓഫീസ് കെട്ടിടത്തിലുണ്ടായ വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 27-കാരനായ അക്രമിയും സ്വയം വെടിവെച്ച് മരിച്ചു. നിരവധി കമ്പനികളുടെ ആസ്ഥാനമായ ബഹുനില മന്ദിരത്തിലാണ് ആക്രമണം നടന്നത്. കംബോഡിയ തായ്ലൻഡ് വെടിനിർത്തൽ കരാർ കംബോഡിയ ലംഘിച്ചതായി ആരോപിച്ച് തായ്ലൻഡ്. 5 ദിവസം നീണ്ട അതിർത്തി സംഘർഷങ്ങൾക്കൊടുവിലാണ് ഇന്നലെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. കരാറിന് പിന്നാലെ തായ്ലൻഡ് ആക്രമണം നിർത്തിവെച്ചെങ്കിലും കംബോഡിയ ഏറ്റുമുട്ടലുകൾ തുടരുന്നതായാണ് തായ് ആർമിയുടെ ആരോപണം. അതിർത്തി സംഘർഷങ്ങളിൽ 38 പേർ കൊല്ലപ്പെടുകയും 3 ലക്ഷത്തോളം പേർ പലായനം ചെയ്യുകയുമുണ്ടായി. ഇറാനിൽ വധശിക്ഷകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് ആശങ്ക പ്രകടിപ്പിച്ചു. അവ്യക്തമായ കുറ്റങ്ങൾക്ക് വധശിക്ഷ ചുമത്തുന്ന സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. ധീരമായ ഈ സൈനിക നടപടിയിലൂടെ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ദിവ്യ ദേശ്മുഖിനെ അഭിനന്ദിച്ച് പാർലമെന്റ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ഇന്ന് 5 വയസ്സ്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് നാളെ 1 വർഷം പൂർത്തിയാകും.
അതിജീവനത്തിന്റെ പാതയിൽ മുണ്ടക്കയെ ചൂരൽമല നിവാസികൾ. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നൈസാർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നാളെ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.